നാട്ടിൽ വേനൽ അവധിക്കാലം എന്ന് പറയുമ്പോൾ ചക്കയും മാങ്ങയും ഒക്കെ ആയിട്ടുള്ള ഒരു ആഘോഷകാലമാണ്. മാങ്ങ അത് പച്ചയാണെങ്കിലും പഴുത്തതാണെങ്കിലും അതുകൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ എല്ലാം ഏവർക്കും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കണ്ടാലോ? സോ ദെൻ വെൽക്കം ടു സാഹിബാസ് കിച്ചൺ സ്റ്റോറീസ്. 1 കപ്പ് വെള്ളത്തിലേക്ക് 2 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങാ കഷ്ണങ്ങളും ചേർത്ത് അത് മൂടി വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ, 1/2 സ്പൂൺ ജീരകവും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 സ്പൂൺ മുളക് പൊടിയും എടുത്താൽ മതി. ഇതിൽ ഇത്തിരി അധികം വന്നിട്ടുണ്ട്. ഈ മുളക് പൊടി ഇടുന്നതിനനുസരിച്ച് നമ്മുടെ കറിയുടെ കളറും ചെറുതായിട്ട് മാറും. പച്ചമുളകിൻ്റെ ഫ്ലേവർ മാത്രം മതി എന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂട്ടിയിട്ട് മുളക് പൊടി നമുക്ക് ഒഴിവാക്കുക തന്നെ ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ മാങ്ങ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് അത്യാവശ്യം കുറച്ച് പഴുപ്പായിട്ടുള്ളൊരു മാങ്ങയായിരുന്നു, അതുകൊണ്ട് ഒരുപാട് നേരം വേവിക്കേണ്ടി വന്നില്ല. ചെനച്ച മാങ്ങയാണെങ്കിൽ കുറച്ചും കൂടി അധികം നേരം അത് വേവിക്കാൻ വെക്കേണ്ടി വരും. എന്തായാലും നമ്മുടെ മാങ്ങ സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് ഇളക്കി മൂടി വയ്ക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും മാങ്ങയും അരപ്പും നന്നായി യോജിച്ചിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് തൈര് ചേർക്കാം. ഒരു തിള വന്ന് കഴിയുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി താളിക്കാനുള്ളത് തയ്യാറാക്കാം. ഒരു ഫ്രൈ പാനിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കി 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, മാമ്പഴ പുളിശ്ശേരി റെഡി. ഒരേ സമയം മധുരവും പുളിപ്പും ഒക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു ടേസ്റ്റാണ് മാമ്പഴ പുളിശ്ശേരിയുടേത്. ഒരു ഫ്രൈ ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെ മതി ചോറിന് കറിയായിട്ട്. പിന്നെ എരിവുള്ള കറിയാണെങ്കിൽ ഇത് ബെസ്റ്റ് സൈഡ് ഡിഷ് കോമ്പിനേഷൻ ആയിരിക്കും. നമ്മുടെ ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സാഹിബാസ് കിച്ചൺ സ്റ്റോറീസ്.